വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധി ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കു മീതെ മഹാരാജാവ് തന്നെ. ഭൂമിടാതോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കുള്ള ആടുകളും തന്നെ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും തീരുമാനമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആഴ്ചയുടെ 21-ാം ദിവസമായി ദിവസം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, അങ്ങയുടെ ആലയത്തിലായിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ ദിവസത്തിലേക്ക് പകരുവാൻ, യഥാർത്ഥമായി അങ്ങ് വിളിച്ചപേക്ഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ അങ്ങ് തന്ന ഈ കിരിയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ അങ്ങയുടെ പാകരങ്ങളിൽ ചെലവിടുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ തോന്നണം. അപ്രകാരം ഈ ദിവസത്തെ ഈ സമയത്തെ സംഗ്രഹിക്കുന്നതിനായിട്ട് നമ്മൾ പറയുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ അന്ന് ഞങ്ങളുടെ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായിട്ട് പരിപാലിച്ച് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ചെറിയതും വലുതുമായ നന്മകളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ അത്ഭുതകരമായി പരിപാലിച്ചത് നമ്മുടെ ദൈവികമായ സ്നേഹം, ദൈവികമായ കരുതൽ, ദൈവികമായ സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും അനുഭവിക്കാൻ ഇടയായതിനായി അന്ന് പറയുന്നു. പരിശുദ്ധ കർത്താവേ, എല്ലാത്തിലും ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടു പലപ്പോഴും ഞങ്ങൾ അങ്ങിൽ നിന്നും അകന്ന് അങ്ങ് വിരോധമായിട്ട് ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ, ലംഘനങ്ങളെ ക്ഷമിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ,
അങ്ങനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം. ഈ ആരാധനയിലേക്ക് കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ സമയം ഓർക്കും. ഭവനങ്ങളിലായതുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്നവരെ ഞങ്ങൾ സമയം ഓർക്കും. പരേതും ഒരു തക്ക സമയത്ത് കൂട്ടിച്ചേർക്കണം. ഈ ആരാധന ഓരോ ഉള്ളങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ, ഓരോ കുടുംബങ്ങൾക്കും തന്നെ കാരണമായി തീരുവാൻ എന്ന് തന്നെ പ്രവർത്തിക്കണം. സകല സ്തുതിയും മഹത്വവും അങ്ങ് സ്വീകരിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. കീർത്തന പുസ്തകത്തിലെ 41-ാമത്തെ പാഠമാണ്. 41-ാമത്തെ പാഠം. വാഴ്ത്തിടുന്നു 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 ഞാൻ എന്റെ സകലനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എന്റെ സകലനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ നാട്ടിൻതൊഴുത്തിൽ പിറന്ന സാധാരണ ആരാധനക്രമം. കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ പുറം. സാധാരണ ആരാധനക്രമം. സാധാരണ ആരാധനക്രമം വായന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന് നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിലുള്ളത്. എൻ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളവരെ, അരിഷ്ട പാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരും ആകുന്നുവെന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുന്നു. ആകയാൽ ഞങ്ങൾ അപ്പൻ പ്രാപിപ്പാൻ നിന്റെ അളവിട്ട കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് പകരം മരണമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളെല്ലാ പാപങ്ങളെയും അവിടുന്ന് ക്ഷമിക്കണമേ. നിന്നെയും കുറിച്ചുള്ള സത്യാഗ്നിയെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരംഭവാക്യത്തിന് പകരമായി 26-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 26. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇടകാതെ യഹോവയെ ആശ്രയിക്കുന്നു. നിന്റെ ദയ എന്റെ കൺമുൻപിലിരിക്കുന്നു. നിന്റെ സത്യത്തിൽ ഞാൻ നടന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തികളുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. പാപികളോട് കൂടെ എന്റെ പ്രാണനെയും രക്തപാതകന്മാരോട് കൂടെ എന്റെ ജീവനെയും സംഹരിച്ചു കളയരുത്. ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നോക്കുണ്ടാകട്ടെ. തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു.
ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും കരുണയുമുള്ള ദൈവമേ, ഈ വിശ്വാസമുള്ള ജനങ്ങൾ നിനക്ക് സത്യവും നിശ്ചയവുമായി സേവ ചെയ്യുന്നത് നിന്റെ ദാനങ്ങളുടെ മാത്രമാകിയാൽ ഞങ്ങൾക്ക് ഒടുവിൽ നിന്റെ സ്വർഗീയ വാഗ്ദത്തങ്ങൾ വീഴ്ചപ്പെടാതെ ലഭിക്കത്തക്കവണ്ണം ഈ ആയുസ്സിൽ നിന്നെ വിശ്വസ്തയോടെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കീർത്തന പുസ്തകത്തിലെ 330 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 330, പുതിയ പുസ്തകത്തിൽ 330, വലിയ പുസ്തകത്തിൽ 302 പാട്ട്. വലിയ പുസ്തകത്തിൽ 302. Yes.
വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 13-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗം വിശുദ്ധ യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യം. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് യഹോവ അറിയുന്നു. എന്നെ ഓർത്ത് സന്ദർശിക്കണമേ, എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ. യഹോവയുടെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ. യഹോവയുടെ നിമിത്തം ഞാൻ നിന്നെ സഹിക്കുന്നു എന്ന് ഓർക്കണമേ. ഞാൻ യഹോവയുടെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യഹോവയുടെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി.
സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, യഹോവയുടെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നുല്ലസിച്ചിട്ടില്ല. യഹോവ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കാൻ യഹോവയുടെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്ന് എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നതെന്ത്? യഹോവ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെ ആകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികെയില്ല. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. ഒന്നാമത്തെ വേദഭാഗം വായിച്ചു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്നേഹം കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുൻപിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എതിരുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. പ്രാർത്ഥനയിൽ ഊട്ടിരിപ്പിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കാതെ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെയും സകല മനുഷ്യരോടും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളിൽ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ തിന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ലേഖന വേദഭാഗം വായിച്ചു തീർന്നു. സഭയ്ക്കെണീറ്റ് ഹല്ലേലൂയ. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിനക്ക് മഹത്വം അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടെ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്
തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടും കൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ സുവിശേഷം ഭാഗം ആവശ്യം. വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ അവൻ പാപത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം സർവ്വകാരണം ചെയ്ത് സർവശക്തിയുള്ള കർത്താവായ സഭയ്ക്കിരുന്ന് പുതിയ പുസ്തകത്തിൽ 380 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 380, വലിയ പുസ്തകത്തിൽ 584. വലിയ പുസ്തകത്തിൽ 584.
പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭ്യമാറാകട്ടെ. ആമേൻ. വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 13-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്കിടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടും കൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചുരുക്കം ചിലരായി ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ദിവസത്തിലേക്ക് പകരുവാൻ, യഥാർത്ഥമായി അങ്ങയെ ആരാധിക്കുവാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഇവിടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി തന്ന ഈ തിരുവചനങ്ങൾക്കായി സ്തുതിക്കുന്നു. ഈ വചനങ്ങളെ ഞങ്ങൾ ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, ഹൃദയത്തിൽ നിക്ഷേപിക്കുവാൻ, വചനപ്രകാരം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അതിനായിട്ട് വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയനെയും ഞങ്ങളുടെ ആത്മാവിനെ നിറച്ച് അങ്ങ് വഴി നടത്തണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ധ്യാനഭാഗം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് നേടുവാനായിട്ട് പോകുന്ന കഷ്ടതകളെ കുറിച്ച്, പീഡനങ്ങളെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പങ്കിടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ
സകല മനുഷ്യർക്കും നന്മ നൽകുക എന്നുള്ളതാണ്. സകലർക്കും നന്മ, സകലർക്കും അനുഗ്രഹം, സകലർക്കും വിടുതൽ എന്നുള്ളതാണ് കർത്താവിന്റെ മനസ്സ്. കർത്താവിന്റെ മനസ്സിന്റെ ചിന്തകൾ നോക്കുമ്പോൾ നന്മകൾ നൽകുവാനും കഷ്ടം അനുഭവിക്കുവാനുമുള്ള ക്രിസ്തുവിന്റെ മനസ്സ്. ഇവിടെ യേശു കഷ്ടം അനുഭവിക്കുമെന്ന് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിന് നേടുവാൻ പോകുന്ന കഷ്ടതയുടെ അനിവാര്യതയെ കുറിച്ച് കർത്താവ് പറയുന്നു. കർത്താവ് കഷ്ടം സഹിക്കേണ്ടത്, ക്രൂശമരണം ഏൽക്കേണ്ടത് ആവശ്യം. കാരണം അതിലൂടെയാണ് സകല മനുഷ്യർക്കും നന്മ കർത്താവ് നൽകുവാനായിട്ട് പോകുന്നത്. ഏറ്റവും വലിയ നന്മയായ രക്ഷ, വിടുതൽ നൽകുന്നത് തന്റെ ക്രൂശമരണത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഈ കഷ്ടപ്പാട്, തന്റെ ക്രൂശമരണം അനിവാര്യം എന്ന് കർത്താവ് പറയുകയാണ്. അത് ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിക്കുന്നു. ഭൗതികമായ ലാഭത്തിനല്ല, ഭൗതികമായ നന്മകളല്ല ലക്ഷ്യം എന്നുള്ളതാണ്. ഇവിടെ പത്രോസ് പറയുന്നു, കർത്താവ് നിനക്ക് അരുതേ, നിനക്കത് സംഭവിക്കരുതേ എന്ന് കർത്താവിനോട് പറയുകയാണ്. കർത്താവ് പറയുന്നു, ഇത് നീ ദൈവത്തിൻ്റെതല്ല ചിന്തിക്കുന്നത്, നീ മനുഷ്യരത്രേ കരുതുന്നത് എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ ചിന്ത, ദൈവത്തിന്റെ മനസ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യർക്കായിട്ട് കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമുക്കായിട്ട് കഷ്ടം സഹിക്കുന്നു. കർത്താവ് വന്നത് നന്മ നൽകുവാനും നമുക്കായിട്ട് കഷ്ടം സഹിക്കുവാനുമാണ്. ഇത് മാത്രം വ്യത്യസ്തമായൊരു സ്വഭാവം നാം കർത്താവിൽ കാണുന്നു. വളരെ വ്യത്യസ്തമായൊരു സ്വഭാവം. കഷ്ടത അനുഭവിക്കുവാനും നന്മ നൽകുവാനുമാണ് കർത്താവ് വന്നത്. നമുക്ക് നന്മ നൽകുവാൻ, നമുക്കായിട്ട് കഷ്ടം സഹിക്കുവാൻ. വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവം നമുക്കിവിടെ കാണാം. ക്രിസ്തുവിൽ കാണുന്ന, ക്രിസ്തുവിൽ വിളങ്ങുന്ന വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവം. മറ്റുള്ളവർക്കായി കഷ്ടം സഹിക്കുന്ന കർത്താവ്, മറ്റുള്ളവർക്ക് നന്മ നൽകുവാനായിട്ട് പരിശ്രമിക്കുന്ന കർത്താവ്, സകല മനുഷ്യർക്കും നന്മ നൽകുവാനായിട്ട് കർത്താവ് പരിശ്രമിക്കുകയാണ്. കഷ്ടത നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. നാമും കഷ്ടം സഹിച്ചുകൊണ്ട് നന്മ ചെയ്യുവാനായിട്ട് ക്രിസ്തുവിനെ പോലെ വിളിക്കപ്പെടുകയാണ്. നാം നന്മ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതല്ല, നാം കഷ്ടം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. നാം വായിച്ചു കേട്ട ഒന്നാമത്തെ വേദഭാഗം യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ യിരെമ്യാവ് തന്റെ സങ്കടം ദൈവസന്നിധിയിൽ ബോധിപ്പിച്ച് കരയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതെ, പ്രത്യേകിച്ച് യിരെമ്യാവ് 15-ാമത്തെ വാക്യം നോക്കുമ്പോൾ നമുക്കറിയാം, യഹോവേ നീ അറിയുന്നു, നീ എന്നെ ഓർത്ത് സന്ദർശിക്കണമേ, എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ, നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ, നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നുവെന്ന് ഓർക്കണമേ എന്നാണ്. അപ്പോ ക്രിസ്തുവിനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് പ്രവർത്തിക്കുന്ന വേളകളിൽ, ദൈവത്തിന്റെ പ്രവാചകനായിട്ട് പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന വേളകളിൽ യിരെമ്യാവിന് വളരെ വേദനകൾ, പ്രയാസങ്ങൾ നേരിടുന്നു. ജനത്തിന്റെ ഇടയിൽ നിന്നുള്ള ഫലിതമായ നിന്ദകൾ, പരിഹാസങ്ങൾ, ഉപദ്രവങ്ങൾ നേരിടുന്നു. യിരെമ്യാവ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. യിരെമ്യാവ് വേദനയോടെ നിലവിളിക്കുന്നു, പതറുന്നു. എന്നാൽ ദൈവം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യിരെമ്യാവ് 15:19. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികെയില്ല. ഞാൻ നിന്നെ ഈ ജനത്തിന്റെ
ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര വൃത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ ഈ പ്രതികൂലങ്ങളുടെ മധ്യേ തന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം പ്രവാചകനോട് പറയുകയാണ്. ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഇവിടെ പ്രവാചകൻ ദൈവം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, കഷ്ടത അല്ലെങ്കിൽ പ്രയാസങ്ങൾ സ്വീകരിക്കുന്നത് അത് ദൈവഹിതം എന്നുള്ളത് നാം ഉണരണം എന്നുള്ളതാണ്. മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു. കഷ്ടതയില്ലാത്തൊരു ജീവിതമില്ല. ആരെങ്കിലും കഷ്ടത പൂർണ്ണമായിട്ട് മാറ്റിത്തരാമെന്ന് പറയുന്നുവെങ്കിൽ അത് കള്ളമാണ്. കഷ്ടതയില്ലാത്തൊരു ജീവിതമില്ല. മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനം പറയുകയാണ്. അപ്പോൾ കഷ്ടത ഒരിക്കലും ഒരു തിന്മയായിട്ട് നാം കാണേണ്ട കാര്യമില്ല. കഷ്ടതകൾ, പഴയകാലത്ത് കഷ്ടതകൾ എന്ന് പറയുമ്പോൾ അതൊരു ശാപമായിട്ട് ഒരു അല്ലെങ്കിൽ പ്രയാസമായിട്ട് ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ കഷ്ടത അനുഗ്രഹമായിട്ട് നാം കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, വേദനകൾ, അത് നാം ഒരു അനുഗ്രഹമായിട്ട് കാണണം. കഷ്ടതയുടെ മധ്യേ നമുക്ക് ദൈവത്തിനെ ആശ്രയിക്കുവാനായിട്ട് സാധിക്കണം. പ്രയാസങ്ങളുടെ മധ്യേ ദൈവത്തിനെ ആശ്രയിക്കുവാൻ സാധിക്കണം. ഇവിടെ പ്രവാചകൻ തന്നെ പറയുന്നു, ഇരമ്യാവ് 15:16 പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി എന്നാണ്. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനം എന്റെ ഹൃദയത്തിന് ആനന്ദമായിരിക്കുകയാണ്. നിന്റെ വചനം എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായിരിക്കുന്നു എന്ന് ഇവിടെ പ്രവാചകൻ പറയുകയാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ആശ്വാസവും ആനന്ദവും ലഭിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നിലൂടെ നമുക്ക് പൂർണ്ണമായ ആശ്വാസം ലഭിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായ ആശ്വാസവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവചനം, ദൈവം നമ്മുടെ സകല കഷ്ടതകളെയും നീക്കുകയാണ്. നമ്മെ അവൻ സഹായിക്കും, നമ്മോട് കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ കഷ്ടത ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ചറിയുന്നതിന് നമുക്ക് സാധിക്കണം. കഷ്ടതയുടെ മധ്യേ നന്മ നൽകുന്ന സ്വഭാവം നമുക്ക് വേണം. കഷ്ടതയുടെ മധ്യേ നന്മ നൽകുന്ന സ്വഭാവം നമുക്കുണ്ടാകണം. നാം എപ്രകാരം ആയിരിക്കുന്നു? ക്രിസ്തുവിന്റെ മനസ്സ് നാം അറിയുന്നുണ്ടോ? ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവരാണോ നാം? ക്രിസ്തുവിനെ പോലെ ആയി തീരുന്നുണ്ടോ? നാം 92-ാമത്തെ പാട്ടിൽ പാടി, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ നാം പാടി. നാം എപ്രകാരം ആയിത്തീരുന്നു? ക്രിസ്തുവിന്റെ മനസ്സ് നാം അറിയുന്നുണ്ടോ? ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്ന മാതൃക നാം ഉൾക്കൊള്ളുന്നുണ്ടോ? നാം ഈ കഷ്ടതയുടെ മധ്യേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിട്ട് കാണപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ കഷ്ടതയുണ്ട്. ഈ കഷ്ടതയുടെ മധ്യേ മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്ന സ്വഭാവം പലപ്പോഴും മനുഷ്യനുണ്ട്. പലതരത്തിൽ മാനസികമായും ശാരീരികമായും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന ധാരാളം മനുഷ്യരെ നമ്മൾ കാണാം. നാം എപ്രകാരമായിരിക്കുന്നു? നമ്മുടെ മനസ്സ് എപ്രകാരമായിരിക്കുന്നു? ക്രിസ്തുവിന്റെ മനസ്സ് നാം അറിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ആ ഭാവം നാം ഉൾക്കൊള്ളുന്നുണ്ടോ? ക്രിസ്തുവിന്റെ മനസ്സ് നാം ഉണരുന്നുണ്ടോ? നാം നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടതയുടെ മധ്യേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിട്ട് കാണപ്പെടണം. ഇരമ്യാവിന്റെ വാക്കുകളിലൂടെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ശത്രുക്കൾ ധാരാളമായിരിക്കുന്നു, ധാരാളം പേർ തന്നെ നിന്ദിക്കുന്നു, നിന്റെ നാമം നിമിത്തം ധാരാളം പേരെ പരിഹസിക്കുന്നു എന്നാണ്. നിന്റെ നാമം അറിയിക്കുന്നത് കൊണ്ട്, നിന്റെ ഒരു പ്രവാചകനായിരിക്കുന്നത് കൊണ്ട്, നിന്റെ ഇഷ്ടം അറിയിക്കുന്നത് കൊണ്ട് ധാരാളം പ്രയാസം എനിക്ക് നേടുന്നുവെന്ന് പ്രവാചകൻ പറയുകയാണ്. പക്ഷെ ദൈവം പറയുന്നു, നീ വീണ്ടും എന്റെ അടുക്കിലേക്ക് വരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഒരു വായു പോലെയാക്കും. പ്രവാചകൻ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദൈവത്തിന്റെ നാവായിരിക്കുവാൻ, വായായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ വായ്, മൗത്ത് പീസ് എന്ന് പറയാം. ദൈവത്തിന്റെ വായ്, ഈ മൗത്ത് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നാവായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോ നീ എന്റെ നാവായിരിക്കുമെന്ന് ഇരമ്യാവിനോട് ദൈവം പറയുന്നു. അതിനുശേഷം
ദൈവം നൽകുന്ന ആ ഉറപ്പ് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അവർ നിന്നോട് യുദ്ധം ജയിക്കുകയില്ല, നിന്നെ ഞാൻ ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ താമ്രവൃത്തിയാക്കി വയ്ക്കുമെന്ന് പറയുകയാണ്. പ്രവാചകരെ ദൈവം ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ നേരിട്ട കഷ്ടതകൾ എന്തുമാത്രമെന്ന് നാം ചിന്തിക്കണം. ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് നേരിട്ട കഷ്ടതകളേക്കാൾ ധാരാളം കഷ്ടത പൗലോസ് സഹിച്ചുവെന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ സുവിശേഷ നിമിത്തം ധാരാളം വേദന സഹിച്ചു. പൗലോസ് പറയുന്ന വാക്കുകൾ നോക്കാം. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 9 മുതലുള്ള വാക്യം നോക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, ഈ അതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിക്കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉജ്ജീവിപ്പിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ എന്നാണ്. ഇവിടെ വളരെ ദൈവത്തിന്റെ ഇഷ്ടം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. നാം എപ്രകാരമായിരിക്കണമെന്ന് ഇവിടെ പറയുന്നു. ആത്മാവിൽ നാം എരിവുള്ളവരായി നാം കർത്താവിനെ സേവിക്കണമെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് കർത്താവിനെ സേവിക്കണമെന്നാണ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണമെന്നാണ്. കഷ്ടതയിൽ നാം സഹിഷ്ണുത നാം കാണിക്കണം. നാം ക്ഷമയോടുകൂടെ കഷ്ടത നാം സഹിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ വചനത്തിനായിട്ട് ധാരാളം കഷ്ടത സഹിച്ചു, വളരെ പീഡനങ്ങൾ സഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നാം ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ, ഒരു ദൈവമകളായി ജീവിക്കുമ്പോൾ ധാരാളം കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, ഫലിതമായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ നാം കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവാനായിട്ട് തിരുവചനം പറയുകയാണ്. നാം തമ്മിൽ ഐക്യതയുള്ളവരായി കാണപ്പെടുവാനായിട്ട് ഇവിടെ പറയുകയാണ്. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിക്കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിനെന്നാണ്. പരസ്പരം ബഹുമാനിക്കുവാനായിട്ട് ഇവിടെ പറയുകയാണ്. അതെ, റോമർ 12:1 നാം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സരിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമെന്നാണ്. ഇവിടെ ജീവൻ തന്നെ ഒരു ആരാധനയായിട്ട് മാറണം എന്നുള്ളതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുമെന്നാണ്. നാം നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കാനായിട്ട് പറയുന്നു. ജീവിത വിശുദ്ധിയോടുകൂടെ നാം നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ദൈവത്തിന് നമ്മോട് പറയുകയാണ്. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിനായിട്ട് നാം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവസ്നേഹം നാം ശരിയായിട്ട് അറിഞ്ഞ് ദൈവസ്നേഹത്തിൽ നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. കോപം വിട്ട് അകലുവാനായിട്ട് ഇവിടെ പൗലോസ് പറയുകയാണ്. കോപം വിട്ട് അകലുവിനെന്ന് പൗലോസ് പറയുന്നു. അതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരായിട്ട് തീരാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിട്ട് കാണപ്പെടുമെന്ന് പറയുകയാണ്. അതിനുശേഷം പറയുന്നു, നിന്നെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൽ, ശപിക്കാതെ അനുഗ്രഹിപ്പിനെന്നാണ് ഇവിടെ പറയുന്നത്. ആരെങ്കിലും നിനക്ക് ഉപദ്രവം ചെയ്തുവെങ്കിൽ നീ അതുപോലെ പ്രതികരിക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നിവിടെ പറയുന്നു. റോമർ 12:21 വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നാം ക്രിസ്തുവിന്റെ ഇഷ്ടം നാം വചനത്തിലൂടെ നാം ഗ്രഹിച്ചിരിക്കുകയാണ്. കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ധ്യാനഭാഗത്ത് വളരെ വ്യക്തമാണ്. ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക.
ക്രൂശ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിലുള്ള ക്രൂശിന്റെ അനുഭവങ്ങൾ. ഓരോ അപ്പോസ്തലനും ക്രൂശിന്റെ അനുഭവം ഉണ്ടായിരുന്നു, കർത്താവ് ശിഷ്യന്മാർക്കും ക്രൂശിന്റെ അനുഭവം ഉണ്ടായിരുന്നു, നമുക്കും ഉചിതമായ ക്രൂശുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് നമ്മുടെ മുമ്പിലുള്ള നമുക്ക് വച്ചിരിക്കുന്ന ക്രൂശ് നാം എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. ക്രൂശ് എടുത്ത് അനുഗമിക്കുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. വചനത്തിനായി സുവിശേഷത്തിനായിട്ട് ഉണ്ടാകുന്ന ക്രൂശുകൾ നാം വഹിക്കേണ്ടതായിട്ടുണ്ട്. സഹോദരങ്ങൾക്കായിട്ടുള്ള ക്രൂശിന്റെ അനുഭവങ്ങൾ നാം സഹിക്കണം. നമുക്കായിട്ടുള്ള ക്രൂശല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കർത്താവ് ക്രൂശ് സഹിച്ചു, തനിക്കായിട്ടാണ്. കർത്താവ് ക്രൂശ് വഹിച്ചത്, ക്രൂശിൽ യാഗമായിട്ടുള്ളത് തനിക്കായിട്ടാണ്, നമുക്കായിട്ടാണ്. നാം ക്രൂശ് വഹിക്കേണ്ടത് സുവിശേഷത്തിനായി, നാം ക്രൂശ് വഹിക്കേണ്ടത് സഹോദരങ്ങൾക്കായി, നമ്മുടെ കൂടെയുള്ളവർക്കായി. നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി ക്രൂശ് വഹിക്കുന്നതാണ് യഥാർത്ഥ ക്രൂശ് എന്ന് പറയുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശ് വഹിച്ചതുപോലെ സുവിശേഷത്തിനായി, വചനത്തിനായി നാം ക്രൂശ് ചുമക്കണം. സഹോദരങ്ങൾക്കായിട്ട് നാം ക്രൂശ് വഹിക്കണം. പക്ഷെ നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കുന്നത്, കൂടെയുള്ളവരെ താങ്ങുന്നത് ഒരു പക്ഷേ നമുക്ക് പ്രയാസമായിരിക്കാം. എന്നാൽ ആ ക്രൂശ് നാം വഹിച്ചുകൊണ്ട് ഈ ക്രൂശിന്റെ അനുഭവത്തിലൂടെ നാം കർത്താവിനെ അനുഗമിക്കണം എന്ന് ഇവിടെ തിരുവചനം പറയുകയാണ്. തനിക്കായിട്ട് ജീവനെ കളഞ്ഞവൻ ജീവനെ നേടുന്ന, വചനത്തിനായി ക്രിസ്തുവിനായി ജീവനെ കളഞ്ഞവൻ ജീവനെ നേടും. ജീവൻ കളഞ്ഞ് ജീവൻ നേടുകയാണ്. ജീവൻ കളഞ്ഞ് ജീവൻ നേടുകയാണ്. നാം വചനത്തിനായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി, നമ്മുടെ കൂടെയുള്ളവർക്കായി നാം ജീവനെ നൽകുമ്പോൾ നാം ജീവനെ നേടുന്നു എന്നിവിടെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നാം നമ്മുടെ ജീവൻ എന്ന് ചിന്തിച്ചുകൊണ്ട് നാം ആയിരുന്നു, നാം നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒതുങ്ങി നാം ആയിരുന്നു. എന്നാൽ അങ്ങനെയല്ല, വിശാലമായിട്ട് ചിന്തിക്കുവാൻ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ക്രൂശ് നാം ചുമന്നുകൊണ്ട് വചനത്തിനായി നാം നേരിടുന്ന ക്രൂശുകൾ, സഹോദരങ്ങൾക്കായിട്ടുള്ള ക്രൂശുകൾ നാം വഹിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണമെന്ന് കർത്താവിലൂടെ പറയുകയാണ്. ക്രൂശും ചുമന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാനായിട്ടില്ല. നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകൾ നമുക്ക് വഹിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാം. കർത്താവ് നമ്മുടെ സകല ഭാരങ്ങളെയും നീക്കുന്നവൻ. അവൻ നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മെ സഹായിക്കുന്നു. നാം വീണ്ടും പോകാതെ വണ്ണം അവൻ നമ്മെ താങ്ങുകയാണ്. ഇവിടെ പ്രവാചകൻ ദൈവം ഉറപ്പ് കൊടുക്കുന്നത് പോലെ നമുക്ക് വചനത്തിലൂടെ ദൈവം ഉറപ്പ് തരുന്നു. നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളിലും കർത്താവ് കൂടെയുണ്ട്. നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ താങ്ങുന്നു. ക്രൂശ് ചുമക്കുവാനൊക്കെ വേണം നമ്മെ ശക്തീകരിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ആ ക്രൂശ് ചുമന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. കർത്താവിന്റെ മനസ്സ് നാം അറിഞ്ഞ് നമുക്ക് മുന്നേറാം. കർത്താവിന്റെ ഭാവം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനായി ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ എവരെയും സഹായിച്ച് കാക്കുമാറാകട്ടെ. നാമേ സകല ബുദ്ധിയെയും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിന്റെ കാക്കുമാറാകട്ടെ. നമുക്ക് നീതി ധർമ്മശേഖര വാക്യം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമേ, Amen.
സ്വർഗത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. നല്ല നിലവാവുന്ന ഹൃദയത്തിൽ ഞങ്ങൾ വചനങ്ങളെ നിക്ഷേപിക്കുവാൻ, വചനപ്രകാരം ഞങ്ങൾ ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർക്കായിട്ട് നന്മ ചെയ്തുകൊണ്ട് ഞങ്ങൾ കഷ്ടം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി, മറ്റുള്ളവർക്കായി ക്രൂശ് വഹിക്കുന്നവരായി, വചനത്തിനായി നിൽക്കുന്നവരായി നിങ്ങൾ കാണപ്പെടുവാൻ നിങ്ങളെ സഹായിക്കണം. ഗാന്ധികവും പാതിന് പ്രകാശവുമാകുന്ന വചനത്തിൽ ഞങ്ങൾ അടിസ്ഥാനപ്പെടുവാൻ കർത്താവെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മുൻപിലുള്ള ക്രൂശ് ഞങ്ങൾ ചുമന്നുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം സഹായിക്കണം. ക്രൂശ് ഉപേക്ഷിച്ച് പോകുവാൻ ശ്രമിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ തന്നിരിക്കുന്ന ക്രൂശ് ഞങ്ങൾ ചുമന്നുകൊണ്ട് കർത്താവ് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ പ്രാർത്ഥനകളുമായി യാത്രകളുമായി കൂടി വന്ന ഓരോരുത്തരെയും നമുക്ക് എത്താൻ പാർക്കണം. വ്യക്തിപരമായി കുടുംബമായി കർത്താവ് അനുഭവിക്കണം. ഭവനങ്ങളിലാകുമ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമീപവും കർത്താവിനെ കടാക്ഷിക്കണം. അങ്ങയുടെ ആരാധന അനുഗ്രഹത്തെ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ വാർദ്ധക്യാവസ്ഥയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോ, വാർദ്ധക്യ സഹജമായ എല്ലാ ക്ഷീണതകളും എല്ലാ പ്രയാസങ്ങളും കർത്താവ് നീക്കണം. അന്ത്യത്തോളം അങ്ങയുടെ സാക്ഷികളായിരിക്കുവാൻ, വിശ്വാസ സ്ഥിരത പ്രകടിപ്പിക്കുവാൻ കർത്താവിനെ സഹായിക്കണം. നിങ്ങളുടെ മുതിർന്ന മാതാപിതാക്കളെ സമീപത്ത് പ്രാർത്ഥിക്കും. ഈ ലോകകാര്യത്തിൽ മാത്രം വ്യാപകരായിട്ടില്ലാതെ ദൈവികമായ കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുവാൻ, സഭയുമായുള്ള ബന്ധത്തിൽ ആരാധനാ ബന്ധത്തിൽ ജീവിക്കുവാൻ കർത്താവിനെ സഹായിക്കണം. നിങ്ങളുടെ യൗവനക്കാരായ മക്കളെ ഓർക്കും. യൗവനക്കാലഘട്ടം ജീവിതത്തിലേക്കും അംഗീകരിക്കപ്പെട്ട കാലഘട്ടമാകുമ്പോൾ തങ്ങളുടെ യൗവനം അർത്ഥപൂർണ്ണമാക്കി അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ യൗവനക്കാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായി തന്നെ അറിഞ്ഞ് ജീവിക്കുവാൻ, അങ്ങയുടെ ബന്ധത്തിൽ വളരുവാൻ, വചനങ്ങളെ കണ്ടെത്തി പ്രവർത്തിക്കുന്നവരാൽ, വചനത്തിൽ നിലനിൽക്കുന്നവരാൽ, വചനത്തിൽ വളരുന്നവരാൽ കാണപ്പെടുവാൻ എന്നെ സഹായിക്കണം. നിങ്ങളുടെ വിദ്യാർത്ഥികളോ നിങ്ങളുടെ കൈകളോ പ്രാർത്ഥിക്കും. വിദ്യാർത്ഥികളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിൽ പാർക്കണം. ചെറുപ്രായത്തിൽ തന്നെ വൃത്തിയിലും ജ്ഞാനത്തിലും വളരുവാൻ, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് വളരുവാൻ, അങ്ങയുടെ മനസ്സറിയുന്ന മക്കളായി വളരുവാൻ, അങ്ങയുടെ ഭാവം കൊടുത്തവരായി വളരുവാൻ കർത്താവിനെ സഹായിക്കണം. അനുഗ്രഹിക്കപ്പെടുന്ന തലമുറ അങ്ങെ സ്നേഹിക്കുന്ന, അങ്ങെ ആരാധിക്കുന്ന, അങ്ങെ അനുഗമിക്കുന്ന ഒരു പുതിയ തലമുറ ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങൾ രൂപപ്പെടുവാൻ കർത്താവിനെ സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണം, ആശ്രവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ പൂർണ്ണമായ രോഗസൗഖ്യം, പൂർണ്ണമായ വിടുതൽ കർത്താവ് നൽകുന്നു. കർത്താവെ, മാനസികമായ പ്രയാസമില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കൾ ഭാരപ്പെടുന്ന ദമ്പതികളെ ഓർക്കുന്നു. സന്താനമാർഗങ്ങൾ ഞാൻ അനുഗ്രഹിക്കണം, ആശ്രയിക്കണമെന്ന് പ്രാർത്ഥിക്കും. മറ്റു പലതുമായ ആകുലതകളിൽ, നിരാശകളിൽ, വേദനകളിലുമായിരിക്കുന്നവരെ ഓർക്കും. ശരിയായ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശരിയായ മാർഗങ്ങളെ തുറന്നു കൊടുക്കണം. കർത്താവിന്റെ പ്രയാസങ്ങളെ നീക്കണമെന്ന് പ്രാർത്ഥിക്കും. സാമ്പത്തികമായി ദുരിതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ ഭാരങ്ങളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവിനോട് സംബന്ധമായി ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ഇടങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ രാജ്യത്തിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്തിൽ വിവിധ കോണുകളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ കാര്യ സ്ഥലത്ത് കർത്താവിന്റെ സ്വർഗീയമായ സംരക്ഷണവും കർത്താവിന്റെ കരുതൽ, കർത്താവിന്റെ ഹൃദയം അനുഭവിക്കാൻ സഹായിക്കണം. കർത്താവിന്റെ കൂടെ പാലിക്കണം എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കർത്താവിനെ ലോകത്തിക്കുന്ന അവസ്ഥയ്ക്ക് ലോകത്തിന് കർത്താവ് മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോവിഡ്-19 എന്ന മഹാമാരി ലോകത്ത് നീക്കണമേ. ഈ വൈറസ് കർത്താവ് വ്യാപിക്കാതെ കർത്താവ് പൂർണ്ണമായി ലോകത്ത് നീക്കണം. കർത്താവെ, മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികളായി ശരിയായി ചികിത്സ ലഭിക്കാൻ ഇടയാക്കണം.
രോഗം ചികിത്സിക്കുന്ന കർത്താവ് ഡോക്ടർമാർക്ക് വേണ്ടി, മറ്റാരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി, മറ്റൊരു സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാതെ ചികിത്സകളിൽ പങ്കെടുക്കുവാനൊക്കെ സഹായിക്കണം. മറ്റുള്ളവർ സൂക്ഷിപ്പാനൊക്കെ ബലപ്പെടുത്തണം. കർത്താവ് ഫലമായ ആവശ്യമില്ലായ്മ കർത്താവിനെ കടാക്ഷിക്കണം. കർത്താവെ ഞങ്ങളുടെ ഈ ദാർശനിക സഭയ്ക്കായി പ്രാർത്ഥിക്കും. ഇപ്രകാരം ആരെയും ഞങ്ങൾക്ക് നൽകുന്നില്ല, ഇപ്രകാരം സഭ ഞങ്ങൾക്ക് നൽകുന്നതിനായി പറയും. ഞങ്ങളുടെ സഭ കണ്ടിങ്ങനെ ചെയ്യുന്നത് പോലെ ശ്രമിക്കാനിടയാണ്. വിദേശവാസികളെ ഓർക്കും, വിദേശ ജനങ്ങളുടെ ആത്മാവിനെ പകരണം. അന്ന് ഒരുക്കും രക്ഷ പ്രാപിക്കുവാൻ, അന്ന് ഒരുക്കി രക്ഷ നേടുവാൻ വിദേശവാസികളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒന്നുമില്ലായ്മ ഞങ്ങളുടെ കർത്താവ് ഉയർത്തി ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും ധാരാളം പണികൾ അവശേഷിക്കുന്നുവെന്നും കർത്താവ് ഈ ആരോഗ്യ പണികൾ പൂർത്തീകരിച്ചു അങ്ങോട്ട് നാമത്തിൽ സൃഷ്ടിക്കുവാനൊക്കെ അവൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ മുഖാന്തരങ്ങളെയും എല്ലാ മകളെയും വാതിലുകളെയും തുറക്കണമെന്ന് പ്രാർത്ഥിക്കും. അന്ന് തന്നെ ആലയത്തെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവ് ഞങ്ങളുടെ കടത്തുകാരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ പണികൾ, അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനൊക്കെ വേണം. കർത്താവ് നൽകിയ അവസരത്തിനാൽ കൃപയ്ക്കായി നന്ദി പറയുന്നു. അടുത്ത ഞായറാഴ്ച ഒരു നന്ദി അർപ്പണ ആരാധന അവിടെ ക്രമീകരിച്ചിരിക്കുവാൻ കർത്താവ് നന്നായി നടത്തപ്പെടുവാനും സഹായിക്കണം. പണികൾ ഈ ആഴ്ചയോട് പൂർത്തീകരിക്കാനും സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവ് ചുറ്റുമുള്ള സംബന്ധമായിട്ടുള്ള ആ പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ കർത്താവ് നീക്കണം. കർത്താവ് ചുറ്റുമുള്ള സ്ഥാപിച്ച് ആ സഭയെയും ആലയത്തെയും ആ വസ്തുവകളെയും സംരക്ഷിക്കുവാൻ, കാക്കുവാൻ, പരിപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അന്ന് തന്നെ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭാ കമ്മിറ്റിയെ ഓർക്കും, ഞങ്ങളുടെ കർത്താവെ പ്രിയപ്പെട്ട യൗവനക്കാരെ മക്കളെ ഓർക്കും, സഹകരിക്കുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണമേ. കൂടുതലായി സഭയ്ക്ക് വേണ്ടി നിൽപ്പാനൊക്കെ വേണം സഹായിക്കണമേ. പിന്മാറ്റിലായിരിക്കുന്നവർ മുൻപോട്ട് കടന്നു വരുവാൻ, എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുവാൻ കർത്താവ് സഹായിക്കണം. ഇനിയുള്ള പാങ്കലിൽ കൂടെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവ്, ആമേൻ. ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. പുതിയ പുസ്തകത്തിൽ 412 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 412 പാട്ട്, വലിയ പുസ്തകത്തിൽ 600 പാട്ട്. വലിയ പുസ്തകത്തിൽ 600 പാട്ട്. Amen.
പ്രാർത്ഥന മാസൂരി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് സുരേഷ് കുമാർ കൈപ്പള്ളിക്കോണം, കളത്തുകാൽ സഭയുടെ അറ്റകുറ്റപ്പണികൾക്കായി സിറ്റി സഭയിലെ അംഗമായ ശ്രീ യേശുദാസ് സാർ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. കളത്തുകാൽ സഭയുടെ മെയിൻ്റനൻസ് പണികൾക്കായിട്ട് കരമന സഭയിലെ സൂക്ഷകനായ റവറൻ കെ സന്തോഷ് ടെന്നിസനച്ചൻ കാണിക്ക നൽകിയിരിക്കുന്നു. മൂന്നാമത് ജന്മദിന കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. ആദിലസൻ ജന്മദിന കാണിക്ക വസന്ത സമർപ്പിച്ചിരിക്കുന്നു. വിശിഷ്ട കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് ആൽബി സുരേഷ് വണ്ടിക്കട. നന്ദിയർപ്പണ കാണിക്ക ആൽവിൻ അനിൽ. ബിൽഡിംഗ് ഫണ്ട് കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് സന്ദീപ് SP. വിശേഷ കാണിക്ക നൽകിയിരിക്കുന്നത് സന്ധ്യയ്ക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും പ്രബലമായ ദാതാവായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് പ്രദാനം ചെയ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുപ്പാദപ്പെടുത്തിൽ ഞങ്ങൾക്ക് ആരംഭിക്കുവാൻ, മനസ്സോടെ അങ്ങേ ആരംഭിക്കുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ ശക്തി പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന പ്രിയമക്കളെ കടാക്ഷിക്കണമേ, ഒരുക്കാൻ പാർക്കണം. പ്രിയമക്കൾ ദൈവമെന്ന സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെന്ന് സ്വീകരിക്കണം. കൂടുതലായി ആരോഗ്യ വളർച്ചയ്ക്ക് വേണ്ടി നൽകുവാനുള്ള പ്രാർത്ഥനയും സമൃദ്ധിയും സാമൂഹ്യ പദ്ധതിയും നൽകണം. ദൈവമേ, മാസവരി കാണിക്ക് നൽകിയിരിക്കുന്ന ഈ കുടുംബത്തെ ഓർക്കുന്നു. ഒരു മാസക്കാലം ദൈവം നൽകിയ നിങ്ങളുടെ ഭാഗം ദശാംശമായി സമർപ്പിക്കാൻ തക്കോണം ദയാലനായിട്ട് ദൈവമേ, ഈ കുടുംബത്തെ നിർത്താൻ പ്രാർത്ഥിക്കണമേ. ആത്മീയ നന്മകളാലും ഭൗതികമായ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. പരിശുദ്ധ കർത്താവെ, കളത്തുകാൽ സഭയുടെ മെയിൻ്റനൻസ് പണികൾക്കായിട്ട് കാണിക്ക സമർപ്പിച്ചിരിക്കുന്ന സെൽവരാജ് എന്ന കുടുംബനാളിനെ ഓർക്കുന്നു. സെൽവരാജ് അനുഗ്രഹ ദൈവങ്ങളുടെ കരങ്ങളിലേക്ക് കയറുന്നു. അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന നല്ല ഉറപ്പുള്ള വിശ്വാസത്തിനായി, ദൈവാശ്രയത്തിനായി, പ്രാർത്ഥനായിട്ട് നാം പറയുന്നു. ദൈവമേ, സെൽവരാജിനെ അനുഗ്രഹിക്കണമേ. സെൽവരാജിന്റെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ധാരാളം വർക്ക് ലഭിക്കാനൊക്കെ നാം സഹായിക്കണമേ. ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ, ഉയർച്ച പ്രാപിക്കാൻ സഹായിക്കണമേ. ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കണമേ. കുടുംബനാഥത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമയായ കുടുംബനാഥിയെ ജീവിക്കാൻ സഹായിക്കുന്നു. കർത്താവിനെ രണ്ടുപേരും പരിശുദ്ധ സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയും ജീവിക്കാൻ സഹായിക്കുന്നത്. പ്രിയപ്പെട്ടവർക്ക് ആ കളത്തുകാൽ സഭയെ കുറിച്ച് അന്ന് നൽകിയ ആ കരുതലിനായിട്ട് നന്ദി പറയും. ഈ ഉള്ളങ്ങളെ നന്ദിയിരിക്കണമേ. നന്ദിയിരിക്കുന്ന കാണിക്ക് സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ, കളത്തുകാൽ സഭയ്ക്ക് കാണിക്ക് നൽകിയിരിക്കുന്ന യേശുദാസ് സാറിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യേശുദാസ് എന്ന സാറിനെ കുറിക്കാൻ പ്രാർത്ഥിക്കണമേ. അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. നിർവഹിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. കുടുംബനാഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാനമായിട്ട് നൽകിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിർത്താൻ പ്രാർത്ഥിക്കണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായ ശോഭിപ്പാൻ ഇടയാക്കണമേ. കർത്താവ് അവർക്ക് നൽകിയ മനസ്സിനായിട്ട് നന്ദി പറയുന്നു. കളത്തുകാൽ സഭയ്ക്ക് നൽകുവാൻ തക്കവണ്ണം അവരെ ശക്തീകരിച്ചതിനായിട്ട് ശ്രമിക്കുന്നു. ആത്മീയ നന്മകളാലും ഭൗതികമായ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. പരിശുദ്ധ കർത്താവെ, വിശിഷ്ടാൽ കാണിക്ക് നൽകിയിരിക്കുന്ന സന്ധ്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ദൈവപ്രിയമർക്ക് നൽകിയ വിടുതലിനായിട്ട് നന്ദി പറയുന്നു. ഒരു കുഞ്ഞിനെ നൽകി പ്രിയ മക്കളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ. കുഞ്ഞിനെ ഓർക്കുന്നു. ക്രിസ്റ്റോ എസ് റോയി എന്ന പ്രിയ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ഈ ശിശുപ്രായത്തിൽ തന്നെ നല്ല ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും വളരുവാൻ കുഞ്ഞിനെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ വളരുവാൻ സഹായിക്കണമേ. സന്ധ്യവും പ്രാർത്ഥിക്കുന്നു. പ്രസവാനത്തിൽ ശിക്ഷകളുടെ ദൈവത്തായി തീരുവാൻ ദൈവത്തെ സാക്ഷികരിക്കുവാൻ സഹായിക്കണമേ. കുടുംബനാഥനെ ഓർക്കും. അവദാനമായി നൽകിയ മൂത്ത മകനെ ഓർക്കും. കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമേ നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ പിതാവേ, വെള്ളിപ്പള്ളിയിൽ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന സന്ദീപിനെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്ദീപിന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. യൗവന കാലഘട്ടത്തിൽ ആരോഗ്യവല്ലോ പരിശുദ്ധമായ ദൈവത്തെ ഓർത്ത് ജീവിക്കാനായി ഇടയാക്കണമേ. ദൈവമേ, യൗവനത്തിലൊരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രിയമായ ദൈവം നൽകിയിരിക്കുന്ന ജോലിക്കായി നന്ദി പറയുന്നു. നല്ലൊരു ജോലി എടുക്കാൻ തക്കവണ്ണമുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നൽകണമേ. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, നന്ദിയർപ്പണ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ആരോഗ്യനെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഉപരി പഠനത്തെ അനുഗ്രഹിക്കണമേ. പഠിക്കുവാനുള്ള നല്ല ബുദ്ധിയും ജ്ഞാനവും തുടർന്ന് വരങ്ങളും താഴ്ന്നതും കിട്ടണമേ. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ദൈവം നൽകിയ വിദ്യത്തിനായിട്ട് നന്ദി പറയുന്നു. കൂടുതലായി നല്ലൊരു കൂടി സന്തോഷിക്കുവാൻ കർത്താവ് ആനന്ദിക്കുവാൻ സഹായിക്കണം. ഭാവികാലം ഏറ്റവും ധന്യവും ശ്രേഷ്ഠമാക്കിയുമാണ്. പരിശുദ്ധ കർത്താവെ, വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന ആൻഡി സുരേഷ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ കർത്താവ് അനുഗ്രഹിക്കണമേ. പഠിക്കുവാനുള്ള നല്ല ബുദ്ധി നൽകണം. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നല്ല ബുദ്ധി സാമർഥ്യമുള്ള മകനായി കൃപ വരക്കുന്ന മകനായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിനായിട്ട് വളരുവാൻ സഹായിക്കണമേ. ഉപരി പഠനം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പഠിച്ച് നല്ല ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല ഭാവി ലഭിക്കാൻ സഹായിക്കണമേ. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ഞങ്ങൾ ഓർക്കുന്നു. യഹോവഭക്തിയിലൂടെ ജ്ഞാനം നേടുവാൻ സഹായിക്കണമേ. പരിശുദ്ധ കർത്താവെ, കാണിക്ക് നൽകിയിരിക്കുന്ന വസന്ത എന്ന പ്രിയ കുടുംബനാഥെ ഓർക്കും. വസന്ത എന്ന പ്രിയ കുടുംബനാഥെ പാർക്കണമേ. പ്രിയ കുടുംബനാഥൻ ദൈവം കൊടുത്തിരിക്കും നല്ല ഉറപ്പുള്ള വിശ്വാസത്തിനായി, പ്രത്യാശയ്ക്കായി, ദൈവഭയത്തിനായി, പ്രാർത്ഥന ജീവിതത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിന് വയസ്സിലേക്ക് പ്രതീക്ഷിക്കാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഈ വയസ്സ് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമർപ്പിതമാക്കിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബനാഥയുടെ അമ്മയോ വാർത്തയുടെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയ മാതാവിൽ നിന്നും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന സൗകര്യമായ എല്ലാ ക്ഷീണതകളും എല്ലാ പ്രയാസങ്ങളും കൊടുക്കണം. നിങ്ങൾ സുഖപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ജന്മദിന കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന ആദ്യമേ ഞങ്ങൾ ഈ സമയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആദ്യം ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരും. ജനിച്ച നാളും ഇതുവരെ കർത്താവിന്റെ സ്നേഹവും ധാരാളം അനുഭവിപ്പാണ്ടപ്പോൾ നമ്മൾ സഹായിച്ചുവാൻ അനുഗ്രഹിക്കണമേ. ദൈവം പുതിയ വയസ്സ് അനുഗ്രഹത്തിന്റേതും നന്മയുടേതും സമർപ്പിതമാക്കി നൽകണമേ പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ല വ്യക്തിത്വമുള്ള കുഞ്ഞാൻ, നല്ല സ്വഭാവമുള്ള കുഞ്ഞാൻ, നല്ല മാനുഷിക മൂല്യങ്ങളുള്ള കുഞ്ഞാൻ, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായി വളരുവാൻ സഹായിക്കണം. ദൈവം കാണിക്കാൻ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവിന്റെ സന്നിധിയിൽ പേരില്ലാതെ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ സന്നിധിയിൽ കാണിക്ക് നൽകിയിരിക്കുന്നു കർത്താവ് കാണുന്നത്. പ്രിയമക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, കാണിക്കകളായ നമ്മുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയമക്കളോട് സാധനങ്ങൾ കാണിക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രിയമക്കളെ അനുഗ്രഹിക്കണം. കൂടുതലായി തന്നെ അനുഗ്രഹിക്കണം. ആത്മീയങ്ങളാൽ ഭൗതികമായ അനുഗ്രഹങ്ങളാൽ നിർത്തണം. ഈ കാണിക്ക് കർത്തവ്യ കാണിക്കുകളെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആവശ്യങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവ്, നാം സ്വർഗ്ഗസ്ഥനായ പിതാവേ, നാം വിശുദ്ധീകരിക്കപ്പെടണം, രാജ്യം വരണം, ഞങ്ങളുടെ കരോട് സൂക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ശക്തിയും ആമേൻ.
യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമൃദ്ധി നൽകുമാറാകട്ടെ. അറിയിപ്പ് ശ്രദ്ധിക്കുക. പ്രധാനമായൊരു അറിയിപ്പ്, അടുത്ത ഞായറാഴ്ച നമ്മുടെ ഇവിടുത്തെ ആരാധനയ്ക്ക് ശേഷം 11 മണിക്ക് കളത്തുകാൽ സഭയുടെ നന്ദി അർപ്പണ ആരാധന നാം ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള സഭകളിലെ പാസ്റ്റർമാരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പേർക്കട ഭാഗത്തുള്ള പാസ്റ്റർമാരെ 4 പാസ്റ്റർമാരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആൾക്കാരെ കൂട്ടുവാനായിട്ട് ഇപ്പോൾ അനുവാദമില്ല. അതുകൊണ്ട് കുറച്ച് പാസ്റ്റർമാരെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത് നമ്മുടെ സഭയിലുള്ള അംഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഞായറാഴ്ച 11 മണിക്ക് നന്ദി അർപ്പണ ആരാധന ക്രമീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രത്യേകിച്ച് താല്പര്യപ്പെടുകയാണ്. ഇതുവരെയുള്ള പണികളിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായി സഹായിച്ച ധാരാളം പേരുണ്ട്, കായികമായിട്ട് അധ്വാനിച്ച ധാരാളം പേരുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് പേര് പറഞ്ഞ് നന്ദി പറയുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഇനിയും ഈ ആഴ്ചയിൽ കുറച്ച് പണികൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ആഴ്ച പണികൾ കൂടെ പൂർത്തീകരിച്ച് നമ്മൾ ഞായറാഴ്ച അവിടെ ആരാധന തുടരുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കണം, മറ്റൊരു ഇഷ്യൂ അവിടെ വീണ്ടും നിലനിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഗേറ്റ് സ്ഥാപിക്കുവാനും ചുറ്റുമതിൽ കെട്ടുവാനും സാധിക്കുന്നില്ല. നമുക്ക് അത് നമ്മുടെ അതിനോട് ചേർന്നുള്ള 2 പേര് തടസ്സം നമ്മൾ നിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് അത് പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിട്ടുണ്ട്. നമുക്കത് ആ തടസ്സങ്ങൾ മാറി അവിടെ ഗേറ്റിട്ട് മതിൽ നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തുറന്നു കിടന്നാൽ അതിൻ്റെതായ ചില പ്രയാസങ്ങൾ അവിടെ ഉണ്ട്. നമുക്കവിടെ കുടുംബങ്ങൾ കുറവാണ്, അതുകൊണ്ട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ചുറ്റുമതിൽ നിർമ്മിച്ച് ഗേറ്റ് സ്ഥാപിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാഗത്താണ് യഥാർത്ഥമായിട്ട് ശരിയുള്ളത്. കാരണം 2 പേരുടെ ഈ വഴി പറയുന്ന 2 പേരുടെ പ്രമാണത്തിൽ പറയുന്നില്ല. മുൻപ് നടന്നുകൊണ്ടിരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ, നടന്നുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് വഴി കൊടുക്കാനായിട്ട് ആ ഭാഗത്ത് സ്ഥലവുമില്ല. കുരിശടി അവിടെ ചേർന്നിരിക്കുന്നു. പള്ളി അതിനും തമ്മിൽ 1 മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വഴി കൊടുക്കാനായിട്ട് സ്ഥലമില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ നീതിയുള്ളത്. നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുക. നമ്മൾ തടസ്സങ്ങൾ മാറി അത് കോമ്പൗണ്ട് കെട്ടി ഗേറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വേറെ പ്രയാസമില്ല. അവിടുത്തെ പണികൾ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. നമുക്ക് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഓർക്കണമെന്ന് താല്പര്യപ്പെടുന്നു. പിന്നെ ഈ നേരത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ധാരാളം പേർ നമുക്ക് കളത്തുകാൽ സഭയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ധാരാളം പേർ നൽകുന്നുണ്ട്. നൽകിക്കൊണ്ടിരിക്കും. എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
കളത്തുകാൽ പള്ളിയുടെ പണികൾ ഉണ്ടായിരിക്കുന്നതാണ്. വൃത്തിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞതുപോലെ 6/9/2020 ആരാധനയ്ക്ക് ശേഷം 11 മണിക്ക് ഇവിടുത്തെ ആരാധനയ്ക്ക് ശേഷം 11 മണിക്ക് കളത്തുകാൽ സഭയിൽ നന്ദി അർപ്പണ ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെല്ലാ സഭയായി എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. 6/9/2020 ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയുടെ പണികൾ പുനരാരംഭിക്കുന്നതാണ്. ദയവായി എല്ലാവരും പ്രാർത്ഥനയോടെ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ദൈവസമ്പാദ്യ പദ്ധതിയുടെ പുതിയ ചിട്ടി ഈ മാസം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു. അത് പേര് നൽകിയിട്ടുള്ളത് തുക കണക്കുകൾ ഏർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. വനിതാ സംഘത്തിൻ്റെ ഒരു അറിയിപ്പുണ്ട്. ഇന്ന് ആരാധനയ്ക്ക് ശേഷം വനിതാ സംഘ യോഗം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വനിതകളും പങ്കെടുക്കണമെന്ന് ഇതിൽ അറിയിക്കുന്നത് കളത്തുകാൽ പള്ളിയുടെ ഓൾട്ടറിലേക്കുള്ള മേശവിരി ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് പാസ്റ്ററെ അറിയിക്കണമെന്ന് അറിയിക്കുന്നു. അറിയിക്കുന്നു.